രണ്ടായിട്ട് പറയാം. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിൻ്റെ നടപടികൾ ആരംഭിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റി വെച്ചു. ഈ വരുന്ന 13-14 തീയതികളിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യത്തെ യോഗം ചേരാൻ പോകുന്നു. അവരുടെ എടുത്തിരിക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി, ആശയവിനിമയം നടത്തി സ്ഥാനാർത്ഥി തീരുമാനിക്കണമെന്നതാണ്. എംപിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പറയുന്നു. ഞാൻ അതിനോട് യോജിപ്പില്ല, ഞാൻ മത്സരിക്കുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എംപിമാരും MLA-മാരും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ MLA-മാർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്, എംപിമാർ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രത്യേകമായ സാഹചര്യമില്ല. കാരണം നല്ല ഒരു അന്തരീക്ഷം നിൽക്കുന്നു, രാഷ്ട്രീയമായും സംഘടനാപരമായ ഒരു അന്തരീക്ഷം നിൽക്കുന്നു. അതുകൊണ്ട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. ആ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവർക്കൊരു അവസരം കൊടുക്കുക, അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുക. കോൺഗ്രസിൻ്റെ ലക്ഷ്യ ലീഡേഴ്സ് സബ്മിറ്റ് പുരോഗമിക്കുകയാണ്. ബെന്നി ബെഹനാൻ MP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ക്യാമ്പിൻ്റെ ഒരു പൊതുവായ ഒരു സാഹചര്യം? ഞങ്ങൾ വളരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്നൊരു ക്യാമ്പ് എന്ന നിലയിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അതിനേക്കാൾ വലിയ ആത്മവിശ്വാസവും സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ ക്യാമ്പിൽ പിരിയാൻ പോകുന്നത്. കാരണം ഈ ക്യാമ്പിൽ കണ്ട ഏറ്റവും വലിയ സവിശേഷത, ജനങ്ങൾ കോൺഗ്രസ്സിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത്രയും ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയത് പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ ഭരണത്തിന് വേണ്ടിയിട്ടല്ല. അതിൻ്റെ ഒരു ഘടകം മാത്രമായിരുന്നു. ജനങ്ങൾ ഈ ഭൂരിപക്ഷം നൽകിയത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വലിച്ച് താഴെയിടുക എന്നതാണ്. അതാണ് ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളും എത്തിച്ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വളരെ സൗഹാർദ്ദപരമായിരുന്നു. തീരുമാനങ്ങൾ വളരെ സൃഷ്ടിപരമായിരുന്നു. മറ്റൊരു കാര്യം, കോൺഗ്രസിൽ എന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളുടെയും മനസ്സിലുണ്ടാകുന്നൊരു സംശയം കോൺഗ്രസിൽ ഐക്യമുണ്ടോ എന്നതാണ്. ഈ പ്രാവശ്യം കോൺഗ്രസ് പൂർണ്ണ ഐക്യത്തോടു കൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന ഉറച്ച തീരുമാനം മനസ്സുകൊണ്ടെടുത്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്ഥാനാർത്ഥി നിർണയമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഒരു പക്ഷേ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുക. എന്നാൽ പോലും MP-മാർ മത്സരിക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ ചർച്ചയുണ്ട്. താങ്കളുടെ അഭിപ്രായം? ഞാൻ രണ്ടുമായിട്ട് പറയാം. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിൻ്റെ നടപടികൾ ആരംഭിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റി വെച്ചു. ഈ വരുന്ന 13-14 തീയതികളിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യത്തെ യോഗം ചേരാൻ പോകുന്നു. അവരുടെ എടുത്തിരിക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി, ആശയവിനിമയം നടത്തി സ്ഥാനാർത്ഥി തീരുമാനിക്കണമെന്നതാണ്. MP-മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പറയുന്നു. ഞാൻ അതിനോട് യോജിപ്പില്ല, ഞാൻ മത്സരിക്കുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ MP-മാരും MLA-മാരും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ MLA-മാർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്, MP-മാർ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രത്യേകമായ സാഹചര്യമില്ല. കാരണം നല്ല ഒരു അന്തരീക്ഷം നിൽക്കുന്നു, രാഷ്ട്രീയമായും സംഘടനാപരമായ ഒരു അന്തരീക്ഷം നിൽക്കുന്നു. അതുകൊണ്ട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. ആ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവർക്കൊരു അവസരം കൊടുക്കുക, അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുക. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്, ഒരു സമിതിയിലേക്ക് തിരഞ്ഞെടുത്താൽ ആ സമിതിയിൽ അതിൻ്റെ കാലാവധി കഴിയുന്നവരെ അംഗങ്ങളായി തുടരുക. വളരെ എക്സ്ട്രാ ഓർഡിനറി കേസുകൾ ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മത്സരിച്ചെന്നിരിക്കും. പക്ഷെ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി സാഹചര്യം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിലോ സംഘടനാ തലത്തിലോ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ തന്നെയാണോ ആലോചന? വളരെ വേഗത്തിൽ പൂർത്തിയായിരിക്കും. ഞങ്ങളൊരു ജനുവരി അവസാനത്തോടു കൂടി ഫെബ്രുവരി ആദ്യത്തോടു കൂടി പൂർത്തിയായിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ട് ഘടകങ്ങളുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് തീരുമാനിച്ചാലും സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിൻ്റെ ഒരു അംഗീകാരം വേണം. ഹൈക്കമാൻഡും ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ BJP തീരുമാനിച്ച് അനൗൺസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 2013 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിന് ശേഷം ഒരു ആലസ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 2021 ഈ ഒരു അമിത ആത്മവിശ്വാസമില്ലാതെ വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾ പോകാൻ തന്നെയാണ് ഇത്തവണത്തെ ഒരു അമിത ആത്മവിശ്വാസം പാടില്ല എന്നതാണ് ഞങ്ങൾ എല്ലാവരും പ്രകടിപ്പിച്ചിരുന്ന അഭിപ്രായം.
അമിത ആത്മവിശ്വാസം അപകടത്തിലേക്ക് പോകും എന്ന് പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പറയുന്നു, അമിത ആത്മവിശ്വാസമില്ല. യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങൾ സമരങ്ങളിലൂടെ, അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് SIR പോലെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്ന പിഴവുകൾ തിരുത്തി മൻരേഗ പദ്ധതി ഉൾപ്പെടെ BJP നടപ്പാക്കിക്കുന്ന അജണ്ടകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് എല്ലാം കോൺഗ്രസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അത്തരം സമരങ്ങളിലൂടെ കുറച്ചുകൂടി ഒരു ഏകീകരണം കോൺഗ്രസ് അണികളിലുണ്ടാക്കി ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അമിത ആത്മവിശ്വാസമല്ല, അതേസമയം തന്നെ കൃത്യമായ ആത്മവിശ്വാസവും ചിട്ടായ പ്രവർത്തനങ്ങളുടെ വിജയത്തിലേക്ക് എത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 വയനാട്.